പാടാം. Thank you Jesus, 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 thank you Jesus. നല്ലൊരു ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ട ദേവദാസൻ, ഇത് റെന്റാണോ? ഇത് വാടകയ്ക്കുള്ളതാണോ? നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, വിശ്വസിച്ച് ജപം பண்ணினால் 2 വർഷത്തിനകം 2 വർഷത്തിനുള്ളിൽ 1000 പേർ ഒരുമിച്ചിരിക്കുന്ന ആലയം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ത് യാചിച്ചാലും വിശ്വാസിത്ത് ജപത്തിൽ ഏത് കേട്ടാൽ എബ്രായർ 11:6 പറയുന്നു. ഈ എബ്രായർ 11:6 சொல்கிறது, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദേവനെ പ്രിയപ്പെടുത്താൻ முடியாது. ആർക്കും കഴിയുന്നതല്ല. ആരാലും ഒന്നും ചെയ്യാൻ முடியாது. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദേവനിടത്തിൽ വരുന്നവർ ദൈവം ഉണ്ട് എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി സമയം ദൈവത്തെ അന്വേഷിപ്പാൻ ഉപവാസ പ്രാർത്ഥനയുടെ 7ാം ദിവസം ഇവിടെ ആയിരിക്കുമ്പോൾ, ഇന്ന് ഇരവിൽ ഉപവാസ ജപത്തിൽ 7ാം നാൾ ദേവനെ തേടുമ്പടി വന്നിരിക്കും. உங்களுக்கு നമുക്കൊരു പ്രതിഫലമുണ്ട്. നമുക്കൊരു പ്രതിഫലമുണ്ട്. വചനം പഠിപ്പിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം എല്ലാവർക്കും ഉള്ളവരാണ്. പാവപ്പെട്ട വിളിച്ചാൽ വിളിക്കുന്ന ദൈവമുണ്ട്. ആരും വിളിച്ചാൽ വിളി കേൾക്കും. നമ്മുടെ രാജ്യങ്ങളിലെല്ലാം മന്ത്രിമാരുണ്ട്. എന്നാൽ നമ്മുടെ സഭയ്ക്ക് ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രികൾ യേശു കർത്താവാണ്. വചനം പഠിപ്പിക്കുന്നു, യേശു അത്ഭുത മന്ത്രി. എവിടെയും അത്ഭുതം പ്രവർത്തിക്കും. എല്ലായിടത്തിലും അത്ഭുതം ചെയ്യുവാൻ കേട്ടോ സിസ്റ്ററെ, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. കേട്ടോ ബ്രദറെ, അത്ഭുതം പ്രവർത്തിക്കും. കാരണം നമ്മുടെ യേശു അത്ഭുത മന്ത്രി. യോസേഫ് കിണറ്റിൽ കടന്നപ്പോൾ തൂക്കിയെടുത്ത ഒരു യേശു ഉണ്ട്. അമ്മ കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ പുറത്ത് കൊണ്ടുവന്ന മന്ത്രിയാക്കിയ ഒരു ദൈവമുണ്ട്. അവനെ അമിതരാക്കിയ കർത്തരും കൂടെ ഇരിക്കണം. ഇന്ന് ആരെങ്കിലും കടബാത്തിൽ കൂടെ പോകുന്നുണ്ടോ? ആരാണ് കടബാരത്താൽ കടന്നു പോയിരിക്കുന്നത്? യേശുവേ എന്ന് വിളിക്കുമ്പോൾ, യേശുവേ എന്ന് കൂപ്പിടുമ്പോൾ നമ്മുടെ കടബാധ്യത മാറ്റാൻ യേശുവിന് കഴിയും. നമ്മുടെ കടത്തെ മാറ്റി യേശുവാൽ മുടിയും. നമ്മുടെ രോഗത്തെ മാറ്റാൻ യേശുവിന് കഴിയും. നമ്മുടെ വ്യാധി മാറ്റി യേശുവാൽ മുടിയും. നമ്മുടെ ശാപത്തെ മാറ്റാൻ യേശുവിന് കഴിയും. നമ്മുടെ ശാപത്തെ
പത്രോസ് നടന്നുപോയപ്പോൾ നിഴൽ തട്ടി സൗഖ്യമായി. പേതുരു കടന്നുപോകുന്ന നിഴൽപ്പെട്ട് ഗുണമാണ്. വലിയൊരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു. ദേവരുടെ പെരിയ ക്രിയകൾ നടക്കും. പ്രിയരെ, എന്റെ പേര് യോഹന്നാൻ എന്നാണ്. എന്റെ പേര് യോഹന്നാൻ. യേശുവിന്റെ ശിഷ്യനിൽ ഒരാളുടെ പേര് യോഹന്നാൻ. യേശുവിന്റെ ശിഷ്യൻ എത്ര പേർക്ക് தெரியும்? യോഹന്നാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ 2012 28ാമത്തെ വയസ്സിൽ ഞാൻ 2012 എന്റെ 28ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ വീട്ടിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ വീട്ടിൽ ഞാൻ വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വായിച്ച 46ാം സങ്കീർത്തനം. ഞാൻ വായിച്ചത് 46ാമത്തെ സങ്കീർത്തനം. ദൈവം അതിൽ കൂടെ എന്നോട് സംസാരിച്ചു. ദേവൻ அந்த വചനത്തിൽ എന്നോട് பேசினார். അത് 10ാം വാക്യത്തിൽ പറയുന്നു, അതിൽ 10ാമത്തെ വചനം இப்படி சொல்கிறது, മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. നിങ്ങൾ അമർന്നിരു நான் தேவன் என்று அறிந்து கொள்ளுங்கள். ഞാൻ ജാതിയുടെ ഇടയിൽ ഉന്നതനാകും. ஜாதிகளுக்குள்ளே உயர்ந்திருப்பேன். ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ഭൂമിയിൽ ഉയർന്നിരുപ്പേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? എவ்வளவு പേരെ വിശ്വാസിക്കുന്നു? ശ്രീലങ്കയിൽ യേശു ഉന്നതനായി തീരാം. ശ്രീലങ്കയിൽ യേശു പെരിയവൻ. യേശു മാത്രം ശ്രീലങ്കയിൽ ഉന്നതൻ. യേശു മാത്രം ഉയർന്നവൻ. ഞാൻ എന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഞാൻ നിങ്ങളുടെ മഹിമ ഒരുവർക്ക് വിട്ടുകൊടേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആയിരിക്കുന്നത് കേരളത്തിൽ ട്രിവാൻഡ്രം ജില്ലയിലാണ്. ഞാൻ ഇരിക്കുന്നത് കേരളത്തിൽ തിരുവനന്തപുരം മാവട്ടത്തിൽ. ഈ വായിച്ചപ്പോ ദൈവത്തിന്റെ ആത്മ എന്നോട് ഇടപെട്ടു. இந்த வசனம் வாசித்தപ്പോൾ ദേവാവിയാനവൻ എന്നോട് பேசினார். ഞാൻ അവിടെ ഇന്നലെ ബൈക്കുണ്ട്. എനിക്ക് ഒരു ടൂ വീലർ ഇരിക്കുന്നു. കേരളത്തിന്റെ 14 ജില്ലയിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കേരളത്തിൽ 14 മാവട്ടങ്ങളിൽ പോയി ജോബ് പണ്ണുന്നു. ഈ വിഷൻ അവരോട് പറയാൻ പറഞ്ഞു. இந்த விஷயம் இந்த தரிசனத்தை எல்லாரும் சொல்ல வேண்டும். ഞാൻ ബൈക്കിൽ 14 ജില്ലയിൽ പോയി പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ ടൂ വീലറിൽ 14 മാവട്ടത്തിൽ പോയി ജോബ് പണ്ണിനേ. ഞാൻ 14 ജില്ലകളിൽ 6 പ്രാവശ്യം പ്രേയർ വാക്ക് ചെയ്തു. ഞാൻ அப்படி 14 മാവട്ടത്തിൽ 6 മുறை ഞാൻ കടന്നു പോണേ. അടുത്ത ദൈവത്തിന്റെ ആത്മ ഇടപെട്ടു. വീണ്ടും ദേവാവിയാൻ എന്നോട് பேசினார். ഇന്ത്യ മുഴുവനും പോകുവാൻ പറഞ്ഞു. ഇന്ത്യ മുഴുവനും പോക வேண்டும். ഇന്ത്യയിൽ 29 സംസ്ഥാനമുണ്ട്. ഇന്ത്യയിൽ 21 സ്റ്റേറ്റ് ഇരിക്കുന്നത്. 7 കേന്ദ്രഭരണ പ്രദേശമുണ്ട്. 7 യൂണിയൻ പ്രദേശം ഇരിക്കുന്നത്. 140 കോടി ജനമുണ്ട്. 140 കോടി ജനസംഖ്യ ഇരിക്കുന്നത്. 1652 ഭാഷകളുണ്ട്. 1552 മൊഴികൾ ഇരിക്കുന്നത്. 2013 2013 ആണ്ട് സെപ്റ്റംബർ മാസം മുതൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ 105 ദിവസം 105 നാൾ 3.5 മാസം 3.5 മാസം 26,000 കിലോമീറ്റർ യാത്ര ചെയ്തു. 26,000 കിലോമീറ്റർ പ്രയാണം പണിനെ. 10 പേരടങ്ങുന്ന ദേവദാസം ഒരുമിച്ച് 10 പേര് അടങ്ങും കുഴുവുമായിട്ട് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും പോയി. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും കടന്നു പോയി. എല്ലാ സ്റ്റേറ്റുകളിലും പോയി. എല്ലാ സ്റ്റേറ്റിലും എല്ലാ ജില്ലകളിലും പോയി. എല്ലാ ജില്ലകളിലും ഒരു കാര്യം മാത്രം പറഞ്ഞു. ഒരു കാര്യം சொன்னே. യേശു ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഉന്നതനായി തീരാം. இந்த காலகட்டத்தில் தேவன் பூமியில் உயர்ந்திருப்பார். യേശു ഉണരണമെങ്കിൽ இயேசு உயர்த்தப்பட வேண்டுமானால் നമ്മൾ ആദ്യം ഉണരണം. நாம் முதலாவது உயர்த்தப்பட வேண்டும். യേശു പർവ്വതത്തിൽ പറയുന്നു, வசனம் இப்பிரகாரம் சொல்கிறது, എഴുന്നേറ്റ് പ്രകാശിക്കുക. எழும்பி பிரகாசி. ഞാൻ ഉണർന്ന நான் உயர்ந்து എന്റെ കുടുംബം ഉണരാം. என்னுடைய குடும்பம் உணரும். ഞാൻ ഉണർന്ന நான் உணரும் போது എന്റെ സഭ ഉണരാം. என்னுடைய சபை உணரும். ഞാൻ ഉണർന്ന உணர்ந்தால் എന്റെ രാജ്യം ഉണരാം. என்னுடைய ராஜ்யம் உணரும். Praise the Lord. ഹല്ലേലൂയ. നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ഉണർന്നാൽ നമ്മുടെ ശ്രീലങ്ക ഉണരും. ശ്രീലങ്ക ഉണരും. നമ്മുടെ ശ്രീലങ്ക ഉണർവിലേക്ക് വരാം. നമ്മുടെ ശ്രീലങ്ക ഉണർവിലേക്ക് വരും. പ്രിയരേ, 5000-ത്തിലധികം സഭകളിൽ പോകുക, 5000 കണക്കാണ് സഭയിൽ പോകുമ്പോഴാണ് പല രാജ്യങ്ങൾ കാഴ്ച കൊട്ടുക. പല ദേശങ്ങളിൽ പോയി കാൽ പതിക്കുമ്പോഴാണ് സർവ്വശക്തനായ കർത്താവ് സഹായിച്ചു. സർവ്വമുള്ളവരുടെ ദേവൻ എനിക്ക് ഉദവി ചെയ്തു. നേപ്പാളിൽ പോകുവാൻ ദൈവം കൃപ ചെയ്തു. നേപ്പാൾ പോകാൻ ചെയ്താൽ, ഭൂട്ടാനിൽ പോകുവാൻ കൃപ ചെയ്തു. ഭൂട്ടാൻ പോകാൻ ഉദവി ചെയ്താൽ, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിൽ പോവാൻ കൃപ ചെയ്തു. അറബ് രാജ്യങ്ങളിൽ പോകാൻ ദൈവം ഉദവി ഇപ്പോൾ ചെയ്തു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദേവനോട് ജപം பண்ணி ദൈവം ശ്രീലങ്കയിൽ വരുവാനുള്ള നിയോഗം തന്നു. ശ്രീലങ്കയ്ക്ക് വരെ ദേവൻ എനിക്ക് ഒരു ദൈവദാസന്മാർ ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുന്നു. താങ്കൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നു. ഇവിടെ ഒരു 10 വർഷത്തിനകം ഈ ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ശ്രീലങ്ക ഒരു ഉണർവിലേക്ക് കടന്നു വരാം. നമ്മുടെ ശ്രീലങ്ക ഒരു ഉണർവുകൾ വരും. ശ്രീലങ്ക ഒരു ക്രിസ്ത്യ രാഷ്ട്രമായി മാറാം. കർത്തർ വാഴ്വാർ. ഈ ഉപവാസ
പ്രാർത്ഥനയിൽ ടാർഗറ്റ് വെച്ച് പ്രാർത്ഥിക്കണം. இந்த உபவாச ஜெபத்தில் விஷயம் வச்சு ஜெபம் பண்ண ഇനി 33 ദിവസമുണ്ട്. இனி 33 நாள் இருக்கிறது. നമ്മുടെ ശ്രീലങ്ക ഒരു ഉണർവിലേക്ക് വരാം. ஸ்ரீலங்கா எழுப்புதலுக்குள்ள வர നമ്മുടെ ശ്രീലങ്കയിൽ 25 ജില്ലകളിൽ ഒരു ഉണർവുണ്ടാകാം. 25 மாவட்டங்களில் உணர்வு வர வேண்டும். 9 സംസ്ഥാനങ്ങളിൽ ഒരു ഉണർവുണ്ടാകാം. பிரதேசங்கள் உணர்வு எழுப்புதல் வர നമ്മൾ வேண்டும். വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. அதற்காக ஜெபிக்க வேண்டும். കുടുംബമായി പ്രാർത്ഥിക്കണം. குடும்பமாக ஜெபம் பண்ண வேண்டும். ദിവസവും ബൈബിൾ വായിക്കണം. தினந்தோறும் பைபிள் வேதம் ദൈവം നമ്മളോട് സംസാരിക്കാം. தேவன் நம்மோட பேசுவார். നമുക്ക് ഒരുമിച്ച് കൈ ഉയർത്താം. நம்ம எல்லாரும் கரங்களை வைத்து ശ്രീലങ്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ஸ்ரீலங்கா ஜெபிப்போம். നമുക്ക് അടുത്തുള്ള കൈ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈ ഓർക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വായി തുറന്ന് പ്രാർത്ഥിക്കാം. ശ്രീലങ്കയിൽ ഉണർവുണ്ടാകട്ടെ. ശ്രീലങ്കയിൽ 25 സംസ്ഥാനങ്ങളില 25 ജില്ലകളില 9 സംസ്ഥാനങ്ങളില വലിയൊരു ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വലിയൊരു ഉണർവ് ഈ സഭയിൽ നിന്ന് പൊട്ടി പുറപ്പെടട്ടെ. ആലയത്തിൽ ഉമ്മരപ്പണിയിൽ നിന്ന് ഒരു ജീവജല നദി ഓടിക്കുന്ന പോലെ ഈ